നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു ഘട്ടത്തിലും CPM ജമാഅത്ത് ഇസ്ലാമിയുമായും SDPയുമായും കൂട്ടുകൂടിയിട്ടില്ലെന്നും ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എക്കാലത്തും CPM എതിരാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ ജില്ലാ പുസ്തകോത്സവം ആരംഭിച്ചു. കവി കുരീപ്പുഴ ശ്രീകുമാർ മേള ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ കലാമേള നവംബർ 30-ന് തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ ഇന്ത്യ അഗ്രഗാമി കിസാൻ സഭ ഇടുക്കി ജില്ലാ സമ്മേളനം നവംബർ 29-ന് വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് UDF ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. PG ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഒരു ഘട്ടത്തിലും CPM ജമാഅത്ത് ഇസ്ലാമിയുമായും SDPയുമായും കൂട്ടുകൂടിയിട്ടില്ലെന്നും ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എക്കാലത്തും CPM എതിരാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൊടുപുഴ ഹൈറേഞ്ച് ഹോട്ടലിന് സമീപത്തുള്ള CPM തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലതുപക്ഷ മാധ്യമ നിർമ്മിതി നടത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ SDPയുമായിട്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടും CPIM ഇന്നേ വരെ ഉണ്ടാക്കിയില്ല. CPIMും അതുപോലെ തന്നെ SDPയും തമ്മിൽ ഒരു കൂട്ടുകെട്ടുമില്ല എന്ന് ഉറപ്പാക്കിയല്ലോ. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പത്രത്തിൽ മനോരമ പത്രത്തിന്റെ അകത്ത് എഴുതി വെച്ച ഓരോ പഞ്ചായത്തിനെയും നോക്കിയിട്ട് ഓരോന്നും പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇവരുടെ ആരുടെയും വോട്ട് ഒരു ഘട്ടത്തിൽ പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വർഗീയവാദികളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവേണ്ടിയില്ല. ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഓരോ മണ്ഡലം തീരുമാനിക്കലാണ്. ഈ മണ്ഡലത്തിൽ UDFന്, ഈ മണ്ഡലത്തിൽ LDFന് അങ്ങനെ തീരുമാനിച്ച് നടക്കുന്ന കാര്യം ഉണ്ടായിരുന്നു. അതൊന്നും രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല. ഞങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഈ SDPI നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രവർത്തനവും ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് ബദലായി കൗണ്ടർ പാർട്ട് എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇസ്ലാം രാഷ്ട്രം എന്നുള്ളതിനെയും രണ്ടിനെയും ഒരേപോലെ എതിർത്തുകൊണ്ട് മാത്രമേ കേരളത്തിലെ മതനിരപേക്ഷത ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഹിന്ദു വർഗീയവാദവും അതേപോലെ തന്നെ അപകടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയവാദം. രണ്ടും ഒരുപോലെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. രണ്ടും അപകടകരമാണ്. രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണ്. ഏതെങ്കിലും ഒന്നിനെ അവസാനിപ്പിക്കാൻ വേണ്ടി മറ്റൊന്നല്ല. ഇത് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വർഗീയവാദം. ലോകത്ത് എവിടെയായാലും വർഗീയവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവർ തമ്മിൽ ചങ്ങാത്താണ്. ജമാഅത്ത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഉൾപ്പെടെ RSSും BJPയും ചർച്ച ചെയ്തുകൊണ്ടിരുന്നുണ്ടല്ലോ. നമ്മൾ കണ്ടല്ലോ. ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലില്ല. ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. വർഗീയതയ്ക്ക് ഞങ്ങളെതിരാണ്. അത് ഭൂരിപക്ഷ വർഗീയതയ്ക്കും ഞങ്ങളെതിരാണ്, ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ ജില്ലാ പുസ്തകോത്സവം ആരംഭിച്ചു. കവി കുരീപ്പുഴ ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ KM ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് മുഖ്യ പ്രഭാഷണം നടത്തി. ഇരുട്ട് നിറഞ്ഞ കേരളത്തിൻ്റെ മുറ്റത്തെ കൊളുത്തി വെച്ച വിളക്കാണ് നിരക്ഷര പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിന് മുൻപ് കേരളത്തിലുണ്ടായിരുന്നത് സാംസ്കാരികമായ വൈജ്ഞാനികമായ ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിനെ അകറ്റിയത് നിരക്ഷര പ്രസ്ഥാനം. നിരക്ഷര പ്രസ്ഥാനം എവിടെ നിന്നാണ് ഈ വെളിച്ചം സ്വീകരിച്ചത്? ഒരു ലൈബ്രറിയിലും പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് ഇല്ലാതിരുന്ന ഒരാളടക്കമുള്ള ആളുകളുടെ വലിയ പ്രവർത്തനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരായിരുന്നു ആ മനുഷ്യൻ? നാരായണ ഗുരുവായിരുന്നു. നാരായണ ഗുരുവിൻ്റെ കാലത്ത് കേരളത്തിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. കേരളത്തിലെ
ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറി, ഇന്നും കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന ലൈബ്രറി. ഈ ലൈബ്രറിയിൽ നാരായണഗുരുവിന് പ്രവേശനമില്ലായിരുന്നു. ഈ ലൈബ്രറിയുടെ ആരംഭകാലത്ത് സ്വാതന്ത്ര്യനാളാണ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ലൈബ്രറി ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ ആരംഭകാലത്ത് ആ ലൈബ്രറിയിൽ പ്രവേശനം ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾക്കും ബ്രിട്ടീഷ് പ്രതിനിധിയായിട്ട്, ബ്രിട്ടൻ്റെ പ്രതിനിധിയായിട്ടുള്ള വന്ന ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമേ. വേറെ ആർക്കും തന്നെ ആ ലൈബ്രറിയിൽ പ്രവേശനമില്ലായിരുന്നു. ആ ലൈബ്രറിയിൽ നിന്ന് മാത്രമല്ല, ആ ലൈബ്രറി നിൽക്കുന്ന അവിടെയുള്ള അതിന് മുന്നിലുള്ള ഇന്ന് എം ജി റോഡും മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള റോഡിൽ പോലും അന്ന് ആർക്കും പ്രവേശനമില്ലായിരുന്നു. ഒരിക്കൽ അക്കില കുറസോവ രാഷ്ട്രം എന്ന സിനിമയിൽ വളരെ ആഗ്രഹിക്കുന്നത് 2014 സാഹിത്യത്തിന് നോബൽ സമ്മാനം ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ കലാമേള നവംബർ 30 തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ദിലീഷ് കെ നായർ ഉദ്ഘാടനം ചെയ്യും. 600ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുയോഗത്തിൽ വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്യും. ഇടുക്കി ജില്ലാ ഭാരതീയ വിദ്യാനികേതന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 30 തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിക്കും. ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ ഏതാണ്ട് 300-ലധികം സ്കൂളുകൾ കേരളത്തിലാകമാനം പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേക പഠന പദ്ധതിയിലൂടെയാണ് ഈ സ്കൂളുകൾ അത്രയും പ്രവർത്തിക്കുന്നത്. കുട്ടികളുടെ സമഗ്രമായ വ്യക്തിത്വ വികാസം ലക്ഷ്യമാക്കിക്കൊണ്ട് പഞ്ചാംഗ ശിക്ഷണ സമ്പ്രദായം എന്നാണ് അതിന് പറയുക. കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള കഴിവുകളും തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പഠന പദ്ധതിയാണ് വിദ്യാനികേതൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ UGC ചെയർമാനൊക്കെ ആയിരുന്ന ഡോക്ടർ യശ്പാൽ ഭാരതത്തിലെ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം വരുത്തിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്ന നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഭാരതത്തിലാകമാനം വിദ്യാഭാരതി എന്ന് പറയുന്ന വിദ്യാഭ്യാസ ശൃംഖലയിലൂടെ നടപ്പിലാക്കിയ ഒരു പ്രസ്ഥാനം കൂടിയാണ്. വിദ്യാഭാരതിയുടെ കേരള ഘടകമാണ് ഭാരതീയ വിദ്യാനികേതൻ. പാലക്കാട് ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതില് പഠന പരിപാടികളുണ്ട്, ആഘോഷ പരിപാടികളുണ്ട്, മറ്റ് വിധത്തിലുള്ള മത്സരങ്ങളുണ്ട്. കലാ സാഹിത്യ മേഖലയിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അനേകം പരിപാടികൾ ഒരു അക്കാഡമിക് ഇയർ മുഴുവൻ നടക്കാറുണ്ട്. ഇവിടെ ഈ ഇടുക്കി ജില്ലയിൽ വിദ്യാനികേതന്റെ കീഴിലുള്ള സ്കൂളുകളുടെ എല്ലാം കൂടി
ഒരു ജില്ലാ കലോത്സവം കലാ സാഹിത്യ മേഖലയിലെ മത്സരമായി തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ജില്ലയിലെ വിദ്യാനികേതൻ സ്കൂളുകളിൽ നിന്ന് 600ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ കലോത്സവത്തിൽ തൗര്യത്രികം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. 6 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ദിലീഷ് കെ നായർ നിർവഹിക്കും. 30-ാം തീയതി വൈകിട്ട് നടക്കുന്ന പൊതുയോഗത്തിൽ വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പ്രൊഫസർ PG ഹരിദാസ്, ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് KN ഡിക്കു, തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സ്കൂൾ സെക്രട്ടറി സുന്ദർ രാജൻ, സരസ്വതി സ്കൂൾ വിദ്യാലയ സമിതി പ്രസിഡന്റ് KP ജഗദീഷ് ചന്ദ്ര, സ്കൂൾ പ്രിൻസിപ്പൽ VN സുരേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓൾ ഇന്ത്യ അഗ്രഗാമി കിസാൻ സഭ ഇടുക്കി ജില്ലാ സമ്മേളനം നവംബർ 29-ന് വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി കളത്തിൽ വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ വണ്ണപ്പുറത്തെ ആദ്യകാല അധ്യാപകൻ KR പ്രഭാകരൻ നായരെ ആദരിക്കും. ഡിസംബർ 15 മുതൽ 17 വരെ ബീഹാറിലെ പാട്നയിൽ വെച്ച് നടക്കുന്ന ഓൾ ഇന്ത്യ അഗ്രഗാമി കിസാൻ സഭയുടെ 10ാമത് ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും കർഷക സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലാ സമ്മേളനം നവംബർ 29-ന് വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നത്. സംഘടനാ സംസ്ഥാന സെക്രട്ടറി കളത്തിൽ വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വണ്ണപ്പുറത്തെ ആദ്യകാല അധ്യാപകൻ KR പ്രഭാകരൻ നായരെ ആദരിക്കും. CK ശിവദാസ് അധ്യക്ഷത വഹിക്കും. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. ഇടുക്കി ജില്ലാ സമ്മേളനം വണ്ണപ്പുറത്ത് വെച്ച ജില്ലാ സമ്മേളനം വണ്ണപ്പുറത്ത് അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ വെച്ച് 29-ാം തീയതി 12 മണിക്കാണ് സമ്മേളനം നടക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം, കേന്ദ്രത്തിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കർഷക ദ്രോഹ നടപടികളുമായിട്ടാണ് BJP ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഹാഭൂരിപക്ഷം സ്ഥലങ്ങളും ഫോറസ്റ്റിൻ്റെ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദിവാസികളെ ഇപ്പം നമുക്കറിയാം, വയനാട്ടിൽ ആദിവാസികളെ അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന അവരുടെ ഷെഡുകൾ പൊളിച്ച് വീടുകൾ പൊളിച്ച് കളയുന്ന സാഹചര്യവും, അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലാണെങ്കിലും പല പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു വീട് വെച്ച് താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ഭൂമിയുടെ ഈ പ്രശ്നം ഉള്ളത്. അപ്പോൾ അത് സമയങ്ങളിൽ ഗവൺമെന്റ് ഇടപെടാത്ത ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ നിലവിലിരിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷിജി, ശിവദാസ്, ചന്ദ്രൻ, ദിനേശ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്ന കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിലെ സെൽഫി പോയിന്റ് ശ്രദ്ധേയമാകുന്നു. വിജയികളായി എത്തുന്നവരും കാഴ്ചക്കാരും അധ്യാപകരും ഉൾപ്പെടെ വലിയൊരു സംഘം സെൽഫി പോയിന്റിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. കലാകാരന്മാരായ MS ബിജു, ജിജി ചെറിയാൻ, VT സാജൻ, TB സുമേഷ്, സുധീഷ് ദാസ്, TK സിജുമോൻ, PJ ജിജിമോൻ എന്നിവർ ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കലോത്സവ വേദിയിലെ സെൽഫി പോയിന്റ് ശ്രദ്ധേയമാകുന്നു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ താമസക്കാരായ ഒരുപറ്റം കലാകാരന്മാരാണ് ഇതിന്റെ നിർമ്മാണ ജോലികൾ ചെയ്തിരിക്കുന്നത്. മരത്തടികൾ, തുണി, പേപ്പർ ഗ്ലാസുകൾ മുതലായവ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സെൽഫി പോയിന്റ് ഏവരുടെയും പ്രശംസ പിടിച്ചു കഴിഞ്ഞു. 16 അടി നീളത്തിലും 12 അടി ഉയരത്തിലുമാണ് സെൽഫി പോയിന്റ് ഒരുക്കിയിരിക്കുന്നത്. സെൽഫി പോയിന്റിലെത്തി ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വിജയികളായി എത്തുന്നവരും അധ്യാപകരും അടക്കം വലിയൊരു സംഘം സെൽഫി പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. കലാകാരന്മാരായ MS ബിജു, ജിജി ചെറിയാൻ, VT സാജൻ, TB സുമേഷ്, സുധീഷ് ദാസ്, TK സിജുമോൻ, PJ ജിജിമോൻ എന്നിവർ ചേർന്ന് 7 രാവും പകലും ജോലി ചെയ്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കട്ടപ്പന ഉപജില്ലാ കലോത്സവം മേരികുളത്ത് വെച്ച് നടന്നപ്പോഴും സെൽഫി പോയിന്റും ഒരുക്കിയതും ഇതേ സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. മേരികുളത്ത് ഇവരുടെ കലാമികവ് കാണുവാനിടയായ കഞ്ഞിക്കുഴി സ്കൂളിലെ അധ്യാപകനായ പ്രവീൺ മോഹൻദാസ് ആണ് ഈ കലാകാരന്മാരെ ഇവിടേക്ക് എത്തിച്ചത്. ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫി പോയിന്റ് ആണ്. നമ്മൾ ഈ വർഷത്തെ കലോത്സവത്തില് ഒരു പ്രത്യേകത എന്ന നിലയിലാണ് സംഘടക സമിതി, നമ്മുടെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത്. പബ്ലിസിറ്റി കമ്മിറ്റി ഇങ്ങനെ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ നമ്മളത് ധൈര്യപൂർവ്വം കട്ടപ്പന KG's ജ്വല്ലറി സ്പോൺസർ ചെയ്ത് ഇങ്ങനൊരു കവാടം, അതോടൊപ്പം ഒരു സെൽഫി പോയിന്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് UDF ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് സ്വാഗതം ആശംസിച്ചു. ഭരണഘടനയുടെ 75-ാം വാർഷികത്തിൽ UDF ജില്ലാ കമ്മിറ്റി ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. തൊടുപുഴ ചിന്ന ഓഡിറ്റോറിയത്തിൽ PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ചർച്ചകൾക്ക് ശേഷം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ 284 അംഗങ്ങളും
19 നവംബർ 26. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 50 ജനുവരി 26 ആണ്. ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൻ്റെ ആത്മാവ് ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. ഒട്ടേറെ ഭേദഗതികൾ വന്നിട്ടുണ്ട്. പ്രധാനങ്ങളായിരുന്നു അതിന് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശം 21 നിന്നും 18 മാറ്റി ഉൾപ്പെടെയുള്ള ഭേദഗതികൾ. വനിതാ പ്രാതിനിധ്യം ഇതുവരെ നടപ്പായിട്ടില്ല. പക്ഷേ ഈ ഭരണഘടന മൗലികമായ തത്വങ്ങൾ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം ഇത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ലോകത്തിലെ പല രാഷ്ട്രങ്ങളും ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യത്തിന് വഴുതിപ്പോയെങ്കിലും ഇന്ത്യ ഇപ്പോഴും കൃത്യമായ തെരഞ്ഞെടുപ്പുകൾ നടത്തി നമ്മളുടെ രാജ്യം ജനാധിപത്യത്തിന് അടിയുറച്ച് നിൽക്കുകയാണ്. ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഭരണഘടനാ സംരക്ഷണ പ്രഭാഷണം നടത്തി. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഒരു ഭരണഘടന ഏറ്റവും അനിവാര്യമാണ്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന, ഏറ്റവും വിശാലമായ ഭരണഘടന എന്ന് പറയാം. അതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 3 വർഷക്കാലം, 3 വർഷത്തിന് ഏതാണ്ട് 2 ആഴ്ചത്തെ കുറവേ ഉള്ളൂ. സുദീർഘമായ ചർച്ചകളും വിചിന്തനങ്ങളും ഉപക്ഷേപങ്ങളും ഖണ്ഡോപക്ഷേപങ്ങളും എല്ലാം ആയി ഏതാണ്ട് 2500-നടുത്തോളം ഭേദഗതികൾ പരിശോധിച്ച് അന്തിമമാക്കപ്പെട്ട ഒരു കരട്. അതിൻ്റെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുവാൻ വേണ്ടി രൂപപ്പെടുത്തിയ സമിതി, ആ സമിതിയുടെ അധ്യക്ഷൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നില്ല. കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പല നിലപാടുകളോടും വിയോജിപ്പുണ്ടായിരുന്ന വലിയൊരു നേതാവിനെയാണ് ആ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള സമിതിയുടെ ചുമതലയേൽപ്പിച്ചത്. മഹാനായ അംബേദ്കർ. ഭരണഘടനാ ശില്പികളെ യോഗം അനുസ്മരിച്ചു. യോഗത്തിൽ അഡ്വക്കേറ്റ് S അശോകൻ, KMA ഷുക്കൂർ, MS മുഹമ്മദ്, PM അബ്ബാസ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, സുരേഷ് ബാബു, സലിം കൈപ്പാടം, TK നവാസ്, TS ഷംസുദ്ദീൻ, NA ബെന്നി, KA കുര്യൻ, രാജു മുണ്ടക്കാട്ട്, PC ജയൻ, ജോൺ നെടിയപാല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പിണറായി ഭരണം നാട്ടിൽ അസമാധാനം സൃഷ്ടിക്കുമ്പോൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാർ കമ്മ്യൂണിസ്റ്റ് സൗധങ്ങൾ പടുത്തുയർത്തുവാൻ എന്ന പേരിൽ നാട്ടിൽ കൊലപ്പിരിവ് നടത്തുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് രാജു ജോസ് ഓടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾ നമ്മുടെ പാർട്ടിയെ തളർത്തുന്നു എന്ന് ഒരു തോന്നലുണ്ടാകും. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കണം. ഒരു നേതാവിൻ്റെ, ഒരു പാർട്ടി ഭാരവാഹിയുടെ ചുമതല പാർട്ടിക്ക് പ്രഭാവവും കരുത്തും ഉള്ളപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് അപ്പുറത്താണ് നമ്മൾ പരാജയത്തിന് നിലനിൽക്കുമ്പോൾ എന്നുള്ള കാര്യം. അത് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ നേതാവ് എന്ന് നമ്മൾ ഓർക്കണം എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിയെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള നേതൃത്വവും കൊടുക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന
എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർക്കും KPCCയുടെ പേരിൽ ആശംസകളും വിജയവും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിച്ചുകൊണ്ട് ശ്രീ സോയി ജോസഫ്, ശ്രീ സജി കണ്ണമ്പുഴ, ശ്രീ KM സുരേഷ്, ശ്രീ PR വേണു, ശ്രീ PS സെബാസ്റ്റ്യൻ, ശ്രീമതി ബീന ജോളി, ശ്രീമതി മിനി ജെറി, ജേക്കബ്. ഈ ഫണ്ടെല്ലാം സ്വരൂപിക്കേണ്ട ആളാണ്. ജനറൽ സെക്രട്ടറിമാർ സോമി അഗസ്റ്റിൻ. കോതമംഗലം ഇരുമലപ്പടി കിഴക്കേക്കവല മഞ്ചാടിപ്പാടത്ത് കർഷക കൂട്ടായ്മയുടെ പിന്തുണയോടെ വിത്ത് വിതയുത്സവം നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. മഞ്ചാടിപ്പാടം കർഷക കൂട്ടായ്മ ഭാരവാഹികളായ PK ബാപ്പൂട്ടി അധ്യക്ഷത വഹിച്ചു. 13 ഏക്കറിലധികം വരുന്ന പാടശേഖരമാണ് യന്ത്രസഹായത്താലും കർഷക തൊഴിലാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയും കൃഷിയോഗ്യമാക്കിയത്. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ ഇരുമലപ്പടി മഞ്ചാടിപ്പാടത്ത് കർഷക കൂട്ടായ്മയുടെ പിന്തുണയോടെ മാലിന്യവാഹിയായ പാടശേഖരം കൃഷിയോഗ്യമാക്കി വിത്തുവിത ഉത്സവം സംഘടിപ്പിച്ചു. 13 ഏക്കറിലധികം വരുന്ന പാടശേഖരം യന്ത്രസഹായത്താലും കർഷക തൊഴിലാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും വെച്ചും മണ്ണിളക്കി വെച്ച് ചാലുകളും തോടുകളും നവീകരിച്ച് മാലിന്യം നീക്കിയാണ് കൃഷിയോഗ്യമാക്കിയത്. കർഷകരുടെ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ വിരിയിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇരുമലപ്പടി കിഴക്കേക്കവല മഞ്ചാടിപ്പാലം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ മേഖലയിലും ഗ്രാമീണ മേഖലയിലടക്കം പരിശോധിക്കുമ്പോൾ ഏക്കർ കണക്കിന് അല്ലെങ്കിൽ ഹെക്ടർ കണക്കിന് നെൽപ്പാടങ്ങൾ നമുക്ക് എല്ലാ മേഖലയിലും കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ പിന്നീട് അതിൻ്റെ വിസ്തൃതി കൂടുതലായി കുറഞ്ഞു വരുന്നു. കൃഷി സാമ്പത്തികമായ ലാഭമല്ലാതെ വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കർഷകർ ഈ മേഖലയിൽ നിന്നും പതിയെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ ചരിത്രം പരിശോധിച്ചാൽ വളരെ ചിട്ടയായ ഇടപെടൽ, അതൊരു ജനകീയമായിട്ടുള്ള പിന്തുണയോടുകൂടി അങ്ങനെ കൂട്ടായ്മ രൂപീകരിച്ചതിൻ്റെ തുടർച്ചയിൽ നമുക്കറിയാം ഒരുപാട് സാംസ്കാരിക സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ പ്രകൃതിയോട് പരിസ്ഥിതിയോട് കൂടുതൽ ഉത്തരവാദിത്വം കാണിച്ചുകൊണ്ട് എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃകയാണ് ഈ ഒരു കൂട്ടായ്മ. മഞ്ചാടിപ്പാടം കർഷക കൂട്ടായ്മ ഭാരവാഹികളായ PK ബാപ്പൂട്ടി അധ്യക്ഷത വഹിച്ചു. PH ഷിയാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം, ബ്ലോക്ക് മെമ്പർ MA മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MV റെജി, വാർഡ് മെമ്പർമാരായ TM അബ്ദുൾ അസീസ്, നാസർ വട്ടേക്കാടൻ, അരുൺ C ഗോവിന്ദ്, CE നാസർ, അലി പടിഞ്ഞാറേച്ചാലിൽ, രാജു പോൾ, അബൂബക്കർ ഇല്യാസ്, സിയാദ് ഹസൻ, സാറ മൊയ്തു, അലിയാർ PV, കൃഷിഭവൻ ഉദ്യോഗസ്ഥയായ പ്രിയ S എന്നിവരും പാടശേഖര സമിതി അംഗങ്ങളും സാംസ്കാരിക വേദി ഭാരവാഹികളും തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലം വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിച്ചു. സർവേ നടപടികൾക്ക് ആന്റണി ജോൺ MLA തുടക്കം കുറിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. ഡിജിറ്റൽ റീസർവേയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് കോതമംഗലം വില്ലേജിനെ സർവേ നടപടികൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ രാജ്യത്തിന്റെ 75ാമത് ഭരണഘടനാ ദിനം സമുചിതമായി ആചരിച്ചു. കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K അലക്സ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയുടെ 75ാമത് ഭരണഘടനാ ദിനം ന്യൂമാൻ കോളേജ് NCCയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ ഉദ്ഘാടനം നിർവഹിച്ചു. We owe everything what we do to the Constitution of India. And it's my proud privilege that on this occasion I have got another opportunity to be at Newman College and be with the cadets to celebrate this day. I hereby declare this Constitution Day a memorable one as inaugurated, and we continue with the proceedings. Thank you. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K അലക്സ് അധ്യക്ഷത വഹിച്ചു.
റിട്ടയർഡ് ജില്ലാ ജഡ്ജി KA ബേബി ഇന്ത്യൻ ഭരണഘടനയുടെ മേന്മ ആധുനിക ഇന്ത്യയുടെ രൂപീകരണത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നയിച്ചു. ഭരണഘടന ഇല്ലാന്ന് വിചാരിക്കുക. ഭരണഘടന ഇല്ലെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ഈ പറയുന്ന റൈറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും എന്തും ചെയ്യാം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി നടക്കുന്നത് ഈ ഭരണഘടന അവിടെ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം എപ്പോഴും ഹരിക്കപ്പെടുമ്പോഴും നിങ്ങൾക്ക് കോടതിയിൽ പോകാനുള്ള അധികാരം എവിടെ നിന്നാണ് സിദ്ധിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. എന്ത്? നിങ്ങളുടെ അവകാശങ്ങൾ, ഏതെങ്കിലും അവകാശം ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഏറ്റവും സുപ്രീം കോടതി വരെ പോകാം. സുപ്രീം കോടതി പോകാനാണ് പറയുന്നത്, താഴ്ത്തപ്പെടുന്നതല്ല പറയുന്നത്. യു ക്യാൻ അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ടു എൻഫോഴ്സ് യുവർ റൈറ്റ്. ആ ഒരു റൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്ത്യൻ ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, കോളേജ് ബർസാർ ബെൻസൺ N. ആന്റണി, രാധിക MR എന്നിവർ പ്രസംഗിച്ചു. ഇത്രയും വൈജാത്യമുള്ള നമ്മുടെ രാജ്യം, യൂണിറ്റിയും ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമെങ്കിൽ ഇറ്റ് ഈസ് എ റിയാലിറ്റി. അപ്പം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കാരണമായിരിക്കുന്നത് നമുക്ക് ഇന്നിവിടെ ആയിരിക്കുവാനായിട്ട്, സ്വതന്ത്രമായിട്ട് നടക്കുവാനായിട്ടൊക്കെ, കൃത്യമായിട്ട് വിദ്യാഭ്യാസം ലഭിക്കുവാനൊക്കെ സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് നമ്മളെന്നും ബഹുമാനിക്കേണ്ട ഭാരതത്തിൻ്റെ ഭരണഘടനയാണ്. ഈ നമുക്ക് നൽകപ്പെട്ട ഈ അവസരം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാനായിട്ട് ഇനി കഠിനമായ പരിശീലനത്തിൻ്റെ നാളുകളിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അതും ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട്, ആരോഗ്യവും അതോടൊപ്പം തന്നെ പരിപാലിച്ചുകൊണ്ട് നല്ല ന്യൂമൻ കോളേജിൻ്റെ നല്ല അംബാസഡേഴ്സായിട്ട് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് എല്ലാ ദൈവാനുഗ്രഹവും യാചിക്കാം. ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു. താങ്ക് യു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗാന്ധി ദർശൻ വേദി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ജില്ലാതല ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് നിർവഹിച്ചു. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാനും മുനിസിപ്പൽ കൗൺസിലറുമായ ജോർജ് ജോൺ അധ്യക്ഷത വഹിച്ചു. ഭരണഘടനയുടെ 75ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് നിർവഹിച്ചു. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാനും മുനിസിപ്പൽ കൗൺസിലറുമായ ജോർജ് ജോൺ അധ്യക്ഷത വഹിച്ചു. TJ പീറ്റർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെയിംസ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. ഗാന്ധി ദർശൻ വേദി ജനറൽ സെക്രട്ടറി SG സുദർശൻ ഭരണഘടനയെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ഭരണഘടനയുടെ ആമുഖം കുട്ടികൾ ഏറ്റുചൊല്ലിയാണ് യോഗം തുടങ്ങിയത്. ഭരണഘടന അവബോധത്തിന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ, സെമിനാറുകൾ, ശില്പശാലകൾ എന്നിവ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഭരണഘടനയുടെ ആമുഖം എല്ലാ പൊതുപരിപാടികളിലും വായിക്കണം എന്നുള്ള തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത്. അത് സംസ്ഥാന ലെവലിലേക്ക് ഉയർത്തുവാനും വരും വർഷങ്ങളിൽ ഈ സ്കൂൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലേക്കും പൊതുപരിപാടികളിലേക്കും, സ്കൂളുകൾ മാത്രമല്ല പൊതുരംഗത്തുള്ള പരിപാടികളിലുമൊക്കെ അത് വളർത്തിയെടുക്കാനായിട്ട് ഉള്ള തീരുമാനമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇളംദേശം. കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ദിനാചരണം നടത്തി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സച്ചിൻ H അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിന് ശേഷം സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ കല്ലാനിക്കൽ ടൗണിലേക്ക് മുത്തുക്കുടയേന്തി പദയാത്രയും നടത്തി. കുട്ടികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ ഭരണഘടന എന്റെ അഭിമാനം എന്ന മുദ്രാവാക്യത്തോടെ കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പദയാത്ര, വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരം എന്നിവ നടത്തി. ഇടുക്കി നെഹ്റു യുവകേന്ദ്ര, ജില്ലാ യൂത്ത് ക്ലബ് എന്നിവ ചേർന്ന് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നിർവഹിച്ചു. നമ്മൾ ഈ ഭരണഘടനാ ദിനം ആചരിക്കുന്നതിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഭരണഘടന നേടിത്തന്ന ഡോക്ടർ അംബേദ്കറെയും അതുപോലെ ഭരണഘടനയെ കുറിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ മുഴുവൻ ഇന്ന് നമുക്ക് ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളും ബോധ്യത്തോടും കൂടി വളരേണ്ട ഒരു തലമുറയാണ് നിങ്ങൾ. എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം +1, +2 കയറി കഴിയുമ്പോൾ പിള്ളേര് ഇങ്ങനെ ഒരു അച്ചടക്കത്തോടു കൂടി ഇരിക്കുന്നതൊന്നും ഒരു സ്കൂളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അത്രമാത്രം അച്ചടക്കത്തോടു കൂടി ഇന്നത്തെ ഒരു തലമുറ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സ്കൂളിന്റെ
നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സച്ചിൻ എച്ച് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സാജൻ മാത്യു, ഹെഡ് മിസ്ട്രസ് ഷൈനി തോമസ് എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ യൂത്ത് ക്ലബ്ബ് ഭാരവാഹികളായ എൻ രവീന്ദ്രൻ സ്വാഗതവും AP മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു. തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ കല്ലാനിക്കൽ ടൗണിലേക്ക് മുത്തുക്കുടയേന്തി പദയാത്ര നടത്തി. കുട്ടികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. മുഹമ്മദ് ബിലാൽ MA, ബെയോൺ സോജൻ, അൻസിൽ മുഹമ്മദ് അലി എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സ്കൂൾ അധ്യാപകരായ റോസ്മേരി ജോസഫ്, സാന്ദ്ര സെബാസ്റ്റ്യൻ തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സാജൻ മാത്യു കിഴക്കൽ സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കല്ലാനിക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു ഘട്ടത്തിലും CPM ജമാഅത്ത് ഇസ്ലാമിയുമായും SDPയുമായും കൂട്ടുകൂടിയിട്ടില്ലെന്നും ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എക്കാലത്തും CPM എതിരാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ ജില്ലാ പുസ്തകോത്സവം ആരംഭിച്ചു. കവി കുരീപ്പുഴ ശ്രീകുമാർ മേള ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ കലാമേള നവംബർ 30-ന് തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ ഇന്ത്യ അഗ്രഗാമി കിസാൻ സഭ ഇടുക്കി ജില്ലാ സമ്മേളനം നവംബർ 29-ന് വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് UDF ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. PG ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.